ശ്രീ സാർ നമസ്കാരം. പാലാ ബിഷപ്പ് വക ഭൂമിയിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടന്നിരുന്നു. പക്ഷേ ആ ഒരു വിഷയത്തെ മാക്സിമം കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ പലവിധ ആളുകൾ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിലും സംഘികളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ അത്തരം പ്രചാരണങ്ങളാണ് നടന്നത്. അതിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സുഡാപ്പി ചാനൽ തന്നെ അതിന് മുൻകൈ എടുത്തു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അവർ ആ രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ഈ പറയുന്ന അടുപ്പുകൂട്ടി ചർച്ചയിലൊക്കെ ആ തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആ പ്രശ്നം അവർ ക്ഷേത്രവും പള്ളിയും രണ്ട് ഭാരവാഹികളും ചേർന്ന് അതിലൊരു തീരുമാനമൊക്കെ എടുത്തതാണ്. എന്നിട്ടും ഇവിടെ എങ്ങനെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നുള്ളൊരു ശ്രമം വിപുലമായി ഈ ഒരു കാര്യത്തിൽ നടന്നു. കേരളത്തിൽ ഇപ്പോഴും ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം നിർത്താൻ ചില ആളുകൾ അവർ നിർത്താൻ തയ്യാറല്ല എന്നല്ലേ തെളിയിക്കുന്നത്? ഭാരതൻ നമസ്കാരം. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ആ വിഷയം വലിയ പ്രാധാന്യമുള്ളതാണെന്നറിയാം. പക്ഷേ അതിലേക്ക് ഈ രസം കലർത്തുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയും നമ്മുടെ നാട്ടിലുള്ള ചില മാധ്യമങ്ങളുമാണ്. സാധാരണഗതിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ശിവലിംഗം കണ്ടെടുക്കുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ഒരു വ്യത്യസ്ത മതവിഭാഗത്തിൻ്റെതാണ് എങ്കിൽ അവർ ഇവരെ കോൺടാക്ട് ചെയ്യുക, പിന്നീട് ഇത് എന്ത് ചെയ്യണം എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്യും. ലോജിക്കലി അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇവിടെ പാലാ ബിഷപ്പ് ഹൗസിൽ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനവും അത് തന്നെയാണ്. ഇപ്പോൾ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് പാലാ ബിഷപ്പ് ഹൗസിലല്ല, അതിൻ്റെ കോമ്പൗണ്ടിലല്ല കണ്ടെത്തിയിരിക്കുന്നത്, മറിച്ച് പാലാ ബിഷപ്പ് രൂപത ഓൺ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. കൃഷി ആവശ്യത്തിന് വേണ്ടി അവിടെ JCB ഉപയോഗിച്ച് ഉഴുത് മറിക്കുന്നതിനിടെയാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ എന്തായാലും അത് കണ്ടെത്തിയപ്പോൾ അവരവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ, തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ അവരോടൊക്കെ പറയുന്നു. അവിടെയുള്ള പല സാമൂഹ്യ സംഘടനകളും ഉൾപ്പെടെ അതിലിടപെടുന്നു. അങ്ങനെ വന്നതിന് ശേഷം അവർ കൂട്ടായി ചർച്ച ചെയ്തതിന് ശേഷം ഇങ്ങനെ ഭൂമിക്കടിയിൽ നിന്ന് ഒരു ആരാധനാമൂർത്തിയുടെ ഒരു ബിംബമൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണ് സാധാരണ ചെയ്യുക എന്ന് പറയുന്നത്, അതിനു വേണ്ടിയിട്ട് പോകുന്നു. അതിവിടെ ദേവപ്രശ്നമാണ്. അപ്പോൾ ദേവപ്രശ്നം നടത്തുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന് രൂപത അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ പിന്നീട് മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി, വളരെ അമിക്കബിളി ആ ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്തിരിക്കുന്ന പാലാ രൂപതയുടെ അല്ലെങ്കിൽ പാലാ ബിഷപ്പ് ഹൗസിൻ്റെ പക്വത എന്ന് പറയുന്നത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ ഒന്നില്ല എന്ന് അതിനൊന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുഴിച്ചെടുത്തതാണ്. പക്ഷേ കുഴിച്ച് മൂടാനായിട്ട് അവർ ശ്രമിച്ചില്ല. മറ്റെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളതോ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഒരു തീരുമാനത്തിനും അവർ പോയില്ല. മറുവിഭാഗം ഹിന്ദു വിഭാഗമാണെങ്കിലും ആ രീതിയിലത്തേക്കൊന്നും തന്നെ പോയില്ല. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കുറേ വിഷ്വലുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് ആ പ്രോപ്പർട്ടിയിൽ തന്നെയാണ്, ആ പറമ്പിൽ തന്നെയാണ് ഇത് ഇപ്പോഴും ഉള്ളത് എങ്കിലും അവിടെ വന്ന ആൾക്കാർ മന്ത്രോച്ചാരണം നടത്തുന്നുണ്ട്, പൂജ നടത്തുന്നുണ്ട്, വിളക്ക് വയ്ക്കുന്നുണ്ട്. ഇതിനൊന്നും തന്നെ ഒരു എതിർപ്പും അവിടെ പാലാ ബിഷപ്പ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സർവ്വമത സാഹോദര്യം അതൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായ ധാരണയുള്ള രണ്ട് കൂട്ടരാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ആ പ്രോപ്പർട്ടി ഓൺ ചെയ്തിരിക്കുന്നത് പാലാ ബിഷപ്പ് ഹൗസ് ആണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പൂജാ പദ്ധതിക്കോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ആരാധനയ്ക്കോ മന്ത്രോച്ചാരണത്തിനോ വിളക്ക് കൊളുത്തുന്നതിനോ ഒക്കെ തന്നെ മറ്റൊരാൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു വ്യത്യസ്ത അല്ലെങ്കിൽ ഒരു ഇതര മതവിഭാഗത്തിൻ്റെതാണ് എങ്കിൽ കൂടി അതിനെ പെർമിറ്റ് ചെയ്യാം എന്ന രീതിയിലത്തേക്കുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ പാലാ ബിഷപ്പ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല, കുത്തിത്തിരിപ്പിൻ്റെ ഒരു അംശം പോലുമില്ല. ഒരുപക്ഷെ വസ്തു തർക്കം പോലും അവിടെ ഇല്ല. അപ്പോൾ ആ വസ്തു ഓൺ ചെയ്തിരിക്കുന്നത് പാലാ ബിഷപ്പ് ഹൗസ് ആണ് അല്ലെങ്കിൽ അവരുടെ രൂപതയുടെ കീഴിലാണ് എന്ന കാര്യത്തിൽ ആർക്ക് തർക്കമില്ല. ഹിന്ദു വിഭാഗത്തിനൊന്നും തന്നെ ഇത് നമ്മളുടെ പ്രോപ്പർട്ടിയാണെന്നോ ഇത് അന്യായമായി കൈവശപ്പെടുത്തിയതാണെന്നുള്ള ഒരു ആക്ഷേപവുമില്ല. അപ്പോൾ വളരെ കൃത്യമായി ആർക്കൊക്കെയാണ് അതിൽ എന്തൊക്കെ സ്റ്റേക്കാണുള്ളത് എന്നതിനെപ്പറ്റി ഇരുകൂട്ടരും മനസ്സിലാക്കുന്നുണ്ട്. അതായത് ആ പ്രോപ്പർട്ടി പാലാ ബിഷപ്പ് ഹൗസിൻ്റേതാണ് എന്ന്, അത് അവർക്കാണതിൽ സ്റ്റേക്ക് ഉള്ളത് എന്ന് ഹിന്ദുപക്ഷം മനസ്സിലാക്കുന്നുണ്ട്. ഹിന്ദുപക്ഷത്തിൻ്റെ ആരാധനാമൂർത്തിയാണ്, അവർക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് ഈ ബിംബങ്ങളെന്നും ഈ മൂർത്തികളെന്നും അതേപോലെ തന്നെ ദേവപ്രശ്നമെന്നും പാലാ രൂപതയും മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ദേവപ്രശ്നം വെച്ചതിന് ശേഷം എന്ത് നടപടിയിലേക്ക് പോകും, അത് അവിടെ തന്നെ സ്ഥാപിക്കുകയാണോ വേണ്ടത് അതോ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുകയാണോ വേണ്ടത്, ആ കാര്യത്തിൽ ഒന്നും തന്നെ പാലാ രൂപതയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കടുപിടുത്തം ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ ഡിസ്പോസ് ചെയ്യാവുന്ന, മറ്റൊരാളിനെ ക്രയവിക്രയം ചെയ്യാവുന്ന ഒക്കെ പ്രോപ്പർട്ടി ആയിരിക്കാം. ഇനി അങ്ങനത്തെ ഒരു ഇവൻച്വാലിറ്റി അതിലുണ്ട്
എങ്കിൽ പോലും എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ വളരെ അമിക്കബിളി മതസാഹോദര്യത്തിനെയൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗം ഭൂരിപക്ഷ വിഭാഗത്തിനോട് സഹകരിച്ചു പോകുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതാണൊരു സോഷ്യൽ ഹാർമണി, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എന്നിരിക്കെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള സോഷ്യൽ മീഡിയ ആണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പല രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഞാനതിൽ ശ്രദ്ധിച്ച 1-2 റിപ്പോർട്ടുകൾ മീഡിയ വണ്ണിൻ്റെതാണ്. മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടിൽ അവർ ഇതെല്ലാം തന്നെ പറയുന്നുണ്ട്. പിന്നെ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച നടത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് ആ വിഷയം എന്തായാലും അവർ ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്യും. അങ്ങനെ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് അവരിതിനെ ഗ്യാൻവാബി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി അവർ താരതമ്യം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒപ്പം ഈ 1991 ഒരു ആക്ട് ഉണ്ടല്ലോ, അതായത് 1947 ഓഗസ്റ്റ് 15 ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ മതപരമായിട്ടുള്ള സ്വഭാവം എന്തായിരുന്നു, അതിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നിയമത്തിനെക്കുറിച്ച് ഒരുപക്ഷെ അവർ സംസാരിച്ചേക്കും. അതിനെ ഓണർ ചെയ്യുന്നതിന് ഇന്ന് ഒരുപക്ഷെ കോടതികൾ തയ്യാറാകുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിമർശനം പോലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കാണാതെ തന്നെ ഞാനിത് പറയുന്നത് എന്ന് വെച്ചാൽ, അവരങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്നും അത് തന്നെയായിരിക്കും അവരുടെ അഭിപ്രായമെന്നും എനിക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടുന്ന കേസുകളല്ല. കാരണം ഗ്യാൻവാബി വിഷയമാണെങ്കിലും മധുര വിഷയമാണെങ്കിലും അയോധ്യ വിഷയമാണെങ്കിലും സംഭാലിലേതാണെങ്കിലും ഒക്കെ തന്നെ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. അതായത് ആ ആരാധനാലയം എന്ന് പറയുന്നത് അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു ആരാധനാലയത്തിനെ തകർത്തതിന് ശേഷം അതിന് പുറത്ത് നിർമ്മിച്ചതാണ് എന്നുള്ള ഒരു ആരോപണമാണ്. ഈ ആരോപണം പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും കൊണ്ടുവന്ന് ഫയൽ ചെയ്യുന്ന ഒരു കേസിൽ നിന്ന് വരുന്നതുമല്ല. അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് ഉണ്ട്, ചരിത്രപരമായിട്ടുള്ള അതിന് കുറേയധികം വസ്തുതകളുണ്ട്. അതിന് വേണ്ടിയിട്ട് പണ്ട് കാലം മുതൽ തന്നെ മുറവിളി ഉണ്ടായിരുന്നു, സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരുപക്ഷെ ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർ അതിനെ നിയമപരമായിട്ട് സെറ്റിൽ ചെയ്യുന്ന കാര്യത്തിലേക്കൊക്കെ പോകുന്നത്. മറിച്ച് പാലായുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഈ ആൾക്കാർ പറയുന്നതനുസരിച്ചിട്ട് അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാർക്കുള്ള അറിവാണ്. പക്ഷേ ആ പ്രോപ്പർട്ടി എങ്ങനെയാണ് അവിടെ ആ ഒരു കുടുംബത്തിന് കൈമോശം വന്നത് എന്നും അത് പിന്നീട് എങ്ങനെയാണ് ക്രയവിക്രയം ചെയ്യപ്പെട്ടത് എന്നും അത് രൂപത പണം കൊടുത്ത് തന്നെ വാങ്ങിയിരിക്കുന്നതാണ് എന്ന കാര്യത്തിലൊന്നും തന്നെ അവരുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അവരുടെ ആ വസ്തുവിലുള്ള സിവിൽ റൈറ്റിനെ കുറിച്ച് ആർക്കും തർക്കമില്ല. അപ്പോൾ അതുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്തൊരു കാര്യം, ഇനി നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ഇതര മതത്തിൻ്റെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള മതചിഹ്നങ്ങളോ ബിംബങ്ങളോ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലോജിക്കലായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ പ്രവൃത്തി മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. മറിച്ച് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മധുരയിലോ കാശി ഗ്യാൻവാബിയിലോ അയോധ്യയിലോ സംഭാലിലോ ഒന്നും തന്നെ ഇങ്ങനെ ആയിരുന്നുമില്ല. അവിടെ ഒന്നും ഇതായിരുന്നില്ലല്ലോ. അവിടെ ഇങ്ങനെ ഒരു ക്ലെയിം വരുന്ന സമയത്ത് ആ ക്ലെയിമിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷം ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിക്ക് അവിടെ സർവേ നടത്തേണ്ടി വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിക്ക് അതിനെ പലതിനെയും പല ഘട്ടങ്ങളിലായി നീക്കിയാണ് അയോധ്യ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത് തന്നെ അതിൻ്റെ പേരിലാണ്. അതായത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് അവിടെ ഉണ്ട് എന്നറിയുമ്പോൾ പോലും അതിനെ ഓണർ ചെയ്യുന്നതിന് തയ്യാറാകാതെ പരിശോധനകൾക്ക് പോലും നിയമപരമായിട്ടുള്ള തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഇതിനെ ഒന്ന് റീക്ലെയിം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുമാണ്. അങ്ങനെയുള്ള ഒരു സാധ്യത പോലും പാലാ വിഷയത്തിലില്ല. എന്നിട്ടും അതിനെ ആ രീതിയിലത്തേക്കൊക്കെയുള്ള ചില ചർച്ചകൾ ഉണ്ടാകാനുള്ള അവിടെ ഒരു ചെറിയ കാര്യം, നമ്മുടെ സമയം കഴിയാറായി എങ്കിലും അവസാനമായി ഈ സാർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന്, അതായത് ഇത്തരം ഒരു വിഷയവും ഇല്ലാതിരുന്നിട്ടും അവിടെ നിന്ന് ഈ മീഡിയ വണ്ണൊക്കെ പ്രചരിപ്പിച്ചത് ക്ഷേത്രം ഈ ഭൂമിയിൽ എന്താണ് അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിയ പ്രചാരണങ്ങളാണ് അവർ നടത്തിയത്. അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ബിഷപ്പ് ഹൗസ് ആ ഒരു അവകാശവാദത്തെ നിഷേധിച്ചു എന്ന് തുടങ്ങിയ വാർത്തകളും കൊടുത്തു. അതിനടിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ചില എന്താണ് പ്രത്യേക ചൊറിച്ചിൽ ഉള്ള ചില ആളുകളെന്ന് തന്നെ പറയാം, അവർ വന്നിട്ട് വലിയ വിധത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് തിരുത്താനൊന്നും മീഡിയ വൺ പോലുള്ള ഒരു ചാനലൊന്നും തയ്യാറായിട്ടില്ല എന്നതുകൂടി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അല്ല നോക്കൂ, ഇത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർവ്വമത സമഭാവം, എല്ലാവർക്കും ഒരേ പ്രാധാന്യം ഉണ്ടാകണം. വലിയ ജനവിഭാഗത്തിൻ്റേതാണെങ്കിലും ചെറിയ ജനവിഭാഗത്തിൻ്റേതാണെങ്കിലും മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള അവരുടെ എല്ലാ രീതികളും സമ്പ്രദായങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു സോഷ്യൽ ഫാബ്രിക് നമുക്കിവിടെ ഉള്ളതും. അപ്പോൾ അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കുത്തിത്തിരിപ്പ് നടത്താനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് അങ്ങേയറ്റം അധമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് മാധ്യമ പ്രവർത്തനമല്ല, അത് സാമൂഹ്യ പ്രവർത്തനമല്ല, അത് സോഷ്യൽ മീഡിയ പ്രവർത്തനവുമല്ല. മറിച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യത്തോടു കൂടി നിങ്ങൾ ഇതിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഇതര
ലീഗൽ ഡിസ്പ്യൂട്ടുകളുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഒരു ആശങ്ക സൃഷ്ടിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ അസ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനമായിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, സംഘടന ആയിക്കോട്ടെ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സംവിധാനം ചെയ്യേണ്ടത്. അത് സംവിധാനം എത്രത്തോളം ചെയ്യും എന്ന കാര്യത്തിനെ പറ്റി അറിയില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ രീതിയിലത്തേക്കുള്ള കുറേയധികം നറേറ്റീവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് പാലാ ബിഷപ്പ് ഹൗസാണ്, പാലാ രൂപതയാണ്. കാരണം വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അവർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ യാതൊരു പ്രശ്നവുമില്ലാതെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തി വളരെ സൗമ്യമായി പോകുന്ന ഒരു കാര്യത്തെ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം വ്യാപകമായി നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. എന്തായാലും എല്ലാ പ്രേക്ഷകരും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി. നന്ദി പാർഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.